ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. ബീഫ് സ്റ്റൂ ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നല്ല കുറുകിയ ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഗരം മസാല, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. കുക്കർ അടച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂന്ന് വിസിലിന് ശേഷം കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബീഫൊക്കെ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് പൊടികൾ ചേർക്കണം. മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കുക്ക് ചെയ്തിട്ടുള്ള ബീഫ് അതിൻ്റെ സ്റ്റോക്കോടുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് രണ്ടാം പാലും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീഫും ഒക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ടും തേങ്ങാപ്പാലും കൂടെ കുറച്ച് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് ചൂടാകുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും റൈസൻസും വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ നമുക്ക് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള പാലപ്പത്തിൻ്റെ കൂട്ടത്തിലാണ് സെർവ് ചെയ്യുന്നത്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.